പ്രായത്തിൽ ഞാനും കുറെ ചെത്തിയതാ. ചെത്തിയ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യടാ? എന്ത് ചെയ്യടാ? എന്ത് ചെയ്യടാ? ഞാൻ എന്ത് ചെയ്യും? നോക്കട്ടെ, എന്നിട്ട് ഞാൻ പഠിപ്പിച്ച ചൂടുവെക്കത്തിൽ മറന്നോ? അതൊക്കെ പോയി പുതിയ ഗുരുക്കളെ ശക്തി പകരൂ. നിന്റെ കയ്യിലുള്ളത് പോയോ? ഇനി ഓടിക്കോ. ഹലോ, എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എന്താ എത്ര ലേറ്റ് ആയത്? പ്രോബ്ലം ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. ഗേൾസ് അല്ലേ? ആ രുദ്രമണിക്കർ പറഞ്ഞത് എത്ര സത്യമാണ് അല്ലേ? നാട്ടിലെ ഏറ്റവും മികച്ച ജോത്സ്യനാണ് പുള്ളിക്കാരൻ. പറഞ്ഞ അച്ചട്ട എന്ന് പലരും പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. കുറച്ചു കാലം ഞാൻ ഈ നെക്സലൈറ്റ് ആയിരുന്നേ. പിന്നീട് നെക്സലൈറ്റ് നിർത്തി. ഇപ്പൊ ഞാൻ യുക്തിവാദിയാ. ഈ ഇസങ്ങൾക്കും യുക്തിവാദത്തിനും ഒക്കെ അപ്പുറത്ത് മറ്റ് ചില യാഥാർത്ഥ്യങ്ങളും അത് ഞാൻ കണ്ടെത്തി. ഇപ്പൊ ഞാൻ എല്ലാ ഇസങ്ങളും വിട്ടു. സത്യമായിട്ട് ഒരു സമയമേ ഉള്ളൂ ജോത്സ്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടിയത്. ആരായി നമ്മൾ? നമ്മൾ നോക്കൂ, പൂക്കളില്ലാത്ത ഈ പൂമരങ്ങൾക്കും ഈ പുൽക്കൊടികൾക്കും കാണാൻ കണ്ണും കഥ പറയാൻ നാവും ഉണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര പ്രേമകഥകൾ പറയുമായിരുന്നു അല്ലേ മായേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? അതിപ്പോ എങ്ങനെയാ ഞാനത് പറയാ? ഭാഷയ്ക്ക് അതീതമാണ് മായേ അത്. ഭാഷ? ഭാഷയല്ല, ഭാഷ. ഭരണിയുടെ ഭാര്യയുടെ ഭായും അത് തന്നെ മായേ. എല്ലാം ഒരു നിമിത്തമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ശല്യം ചെയ്ത ആ പൂവാലന്മാരുടെ നേർക്ക് ഒരു ഗർജിക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ഞാൻ എവിടെ പോയി? ഓ, രക്ഷപ്പെട്ടു. ഗർജിക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ഞാൻ ഇങ്ങനെ ചാടി വീണ് അവന്മാരുടെ നേർക്ക്. എന്നെ എന്നോട് വണ്ടി ഔട്ടായി. സുരേന്ദ്രനോടെ പോയി സുമാര തിയേറ്ററിലുണ്ടാവും. ഇന്ന് രജനിയുടെ പടം റിലീസ് അല്ലേ? ആ വണ്ടി വിട്ടോ. ഒരാളെ കണ്ടിട്ട് പൊക്കോളാം. സുരേന്ദ്ര 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 അടി കൊണ്ട് കുറച്ച് ശരിയാവുണ്ട്. ഇങ്ങോട്ട് സുരേന്ദ്ര 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 നീ എന്താ നിന്ന് കാണുന്നേ? എന്താ കാര്യം പറ. എന്താന്ന് പറ. നിനക്ക് പാട്ട് പാടുന്ന എല്ലാവരും അറിയോ? പിന്നെ എത്ര പേരെ അറിയാം? യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി. അതല്ല, നമുക്ക് പറ്റിയ കൊച്ചു കൊച്ചു പാട്ടുകാര്. ഓ, കൊച്ചു കൊച്ചു പാട്ടുകാര്. എടാ, ഈ പൊക്കം കുറഞ്ഞ പാട്ടുകാർ എനിക്കറിയാം. ഈ SP ബാലസുബ്രഹ്മണ്യത്തിന് വലിയ പൊക്കമില്ല. പിന്നെ ജയചന്ദ്രനും അത്ര പൊക്കമില്ല. ഈ വെട്ടൂർ പുരുഷൻ എടാ, നമ്മുടെ കഥാപ്രസംഗത്തിന് പറ്റിയ പാട്ടുകാരുണ്ടോ? ഒന്ന് മര്യാദയ്ക്ക് സിനിമ സമ്മതിക്കില്ലേ നീ? എടാ, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാന്ന്. നീ ആരോട് വെച്ചിട്ട് അഡ്വാൻസ്? അപ്പനോട്. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇന്ന് പുതുക്കാട് അമ്പലത്തിലെ കഥാപ്രസംഗം. ഹാർമോണിസ്റ്റിന്റെ അമ്മായിമ്മ ചത്തുപോയടാ. എന്നൊന്ന് സഹായിക്ക്. അപ്പോ ഹാർമോണിസ്റ്റിന് പുതിയൊരു അമ്മായി അമ്മയെ ഉണ്ടാക്കണം. അത്രയല്ലേ ഉള്ളൂ? അത് ഞാൻ ഏറ്റു. എത്ര അമ്മായി അമ്മ വേണമെങ്കിലും എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എടാ, നീ എന്റെ കൂടെ വന്ന് ഒന്ന് സഹായിക്കണം പ്ലീസ്. ഡാ, ദേവി ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നാട്ടുകാരെ തല്ലുകൊള്ളാൻ വയ്യ. എടാ, ഞാൻ പറയുന്നു പോയി സഹായിക്കടാ. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഭയങ്കര വേണ്ട, ഞാൻ വരാം. അയ്യോ, നീ വന്നാൽ ശരിയാവുന്നില്ല. അത് ശരിയാവത്ത. എടാ, നിനക്ക് അത്യാവശ്യം പെട്ടി വായിക്കാൻ അറിയാലോ. നീ ഒന്ന് വന്നിരുന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വണ്ടി കയറി. എന്തായാലും ഞാനും കൂടെ വരാം. ഞങ്ങൾക്ക് ടൈമിനോട് വീണ്ടും